ഈ മഞ്ഞപ്പൂവ് ഒന്ന് നോക്കിയേ, എന്ത് ഭംഗിയുള്ള പൂവണെന്നാ ഇത്. ഈ പൂവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിങ്ങനെ കുറേ കൊച്ചു കൊച്ചു പൂക്കൾ വന്ന് ഒരു പൂച്ചെണ്ട് പോലെ നല്ല കട്ടിയിൽ വിരിഞ്ഞു വരും. കണ്ടു കഴിഞ്ഞാൽ ഒരു പൂച്ചെണ്ട് പോലെ തോന്നും നമുക്ക്. അതേപോലെ ഇനി ഈ പൂക്കൾ വിരിഞ്ഞു വരാൻ നോക്കിയേ. പിന്നെ ഇതിൻ്റെ ഇലകളും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ചെറിയൊരു ഗ്രേ കളറായിട്ടാണ് ഇതിൻ്റെ ഇലകൾ. പൂവൊന്ന് നോക്കിയേ, നല്ല ഭംഗിയുള്ള ഒരു കിളിമഞ്ഞിന് ഈ പൂക്കൾ. ഇതിൻ്റെ പേരിന് ഫേൺ ലീഫ് യാരോ എന്ന് പറയും ഈ ചെടീനെ. കുറേ കളറിൽ ഈ പൂവുണ്ട് കേട്ടോ. പക്ഷെ മഞ്ഞ നല്ല ഭംഗിന്, അതേപോലെ തന്നെ റെഡ് ഉണ്ട്, റെഡും നല്ല ഭംഗിന് കാണാനായിട്ട്. ഇത് നല്ല സൂര്യപ്രകാശം വേണം കേട്ടോ, എന്നാലിന് ഇതുപോലെ ഭംഗിയിൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുള്ളൂ. ഏത് പൂവിടുന്ന ചെടിക്കും നേരിട്ട് ഉള്ള സൂര്യപ്രകാശം കുറച്ച് കിട്ടിയാൽ നന്നായി പൂക്കളുള്ള ചെടികൾ, അല്ലെങ്കിൽ പിന്നെ വെറുതെ ഇലകൾ വന്ന് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും, പൂക്കൾ കുറവായിരിക്കും. നേരിട്ടുള്ള സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴും പൂക്കൾ അധികമായിട്ട് വിരിയാം. അതേപോലെ തന്നെ വെള്ളം അധികം പാടില്ല. ഈ പശുപ്പുള്ള മണ്ണില്ലേ, കളിമണ്ണ് പോലത്തെ, അങ്ങനെയുള്ള മണ്ണായി കഴിഞ്ഞാൽ ഈ ചെടി വേര് ചീഞ്ഞ് പെട്ടെന്ന് നശിച്ച് പോണ ഒരു ചെടിയും കൂടിയിട്ടാണ് വെള്ളം അധികമായി കഴിഞ്ഞാൽ. പിന്നെ ഇതുപോലെ താഴെ വെച്ച് വളർത്തുന്ന ചെടികളാകുമ്പോൾ അധികം വളത്തിൻ്റെ ആവശ്യമില്ല. ഈ ചെടിക്കൊന്നും അധികം വളം ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. താഴെ നിന്നുള്ള മണ്ണിലെ വളമൊക്കെ വലിച്ചെടുത്ത് തന്നെ നന്നായി വളരുന്ന ഒരു ചെടിയും കൂടിയിട്ടാണ്. ഇതിൻ്റെ ഇലകൾ കണ്ട ഫേണിൻ്റെ ഇല പോലെ അതാണ് ഈ ഫേൺ ലീഫ് എന്നുള്ള പേര് വന്നിട്ടുള്ളത് ഈ ചെടിക്ക്. പിന്നെ ഇത് നമ്മൾ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുക എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൻ്റെ കട്ടിങ്സ് മുറിച്ച് നട്ടിട്ടും പുതിയ ചെടികൾ ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ വിത്തുകൾ പാവിയിട്ടും നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പൂക്കൾ ഉണങ്ങുമ്പോൾ നന്നായി ഉണങ്ങി കഴിയുമ്പോൾ കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ഇതിൽ നിന്ന് വിത്തുകൾ കിട്ടും. അപ്പോൾ ആ വിത്തുകൾ മുളപ്പിച്ചിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറേ കളറിൽ ഈ പൂ കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ കയ്യിൽ ഈ മഞ്ഞയും വെള്ളയും മാത്രമേ ഉള്ളൂ.